ചങ്ങാതിമാർക്കല്ല ഒരു കിടിലോസ്കി നമസ്കാരം ആദ്യമായിരിക്കട്ടെ. ഒരു കിടുക്കാച്ച് ചില്ലി ഫിഷിൻ്റെ റെസിപ്പി കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? ഇതുപോലെ ഇങ്ങനെ പാത്രത്തിലിട്ട് മറിക്കണം. എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാണ്. ആദ്യം തന്നെ ചില്ലി ഫിഷിലുള്ള കോട്ടിങ് ബാറ്റർ നമുക്കുണ്ട്. മൈദയും കോൺഫ്ലവർ എടുത്തൊരു മറി, അത് ഏകദേശം ഒരു അരേ അളവിൽ ഒരു 2 മുട്ട എടുത്തൊരു മറിച്ച ശേഷം അതിലേക്ക് ചില്ലി പേസ്റ്റ്, എന്നിട്ട് 2 സ്പൂൺ സോയാ സോസ്, ഇതുപോലെ സ്റ്റൈലായിട്ട് മറിച്ച ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട ശേഷം ഉപ്പ് വാരി വിതറുക, വൈറ്റ് പെപ്പർ വാരി വിതറുക. എന്നിട്ട് ഇവനെ നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതായത് ഇതുപോലെ വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് ഇവനൊന്ന് ടൈറ്റായിട്ട് ഈ രൂപത്തിലും ഭാവത്തിലും വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ച ശേഷം ഇവനെ കലക്കി കൂട്ടി ഒരു ബാറ്ററാക്കുക. ഈ ബാറ്ററാക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ വാരി വിതറാനും ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങളുടെ സ്നേഹമല്ല അങ്ങ് തകർത്തങ്ങ് ലൈക്ക് അടിക്കുക എൻ്റെ ചങ്ങാതിമാരെ. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടുള്ള ബാറ്റർ റെഡിയായി. ഈ ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം നമ്മളത് ഫിഷ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതെടുത്തൊരു മറിക്കുക. എന്നിട്ട് അവനെ നല്ലോണം അങ്ങ് പിടിപ്പിക്കുക. കണ്ടോ, ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ബാസ ഫിഷ് കേട്ടോ. നിങ്ങൾക്ക് നെയ്മീനോ ബാസയോ ഏത് വേണോ ഉപയോഗിക്കരുത്, മുള്ളുണ്ടാവില്ല, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അങ്ങ് വെച്ചേക്ക് പാട്ട് പിടിക്കുക. ആ സമയത്ത് നമുക്ക് ചട്ടി ചൂടാക്കിയ ശേഷം ഓയിൽ ഇതുപോലെ സ്റ്റൈലായിട്ട് ഒഴിച്ച ശേഷം ഓയിൽ ചൂടാക്കി കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് പക്കോറ ഫ്രൈ ചെയ്യുന്ന പോലെ അങ്ങ് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ആവുന്നതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും കേട്ടോ. ഓയിൽ കറക്റ്റ് ടെമ്പറേച്ചറിലങ്ങ് ഇട്ട് ഈ സാധനം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുന്ന രീതിയിൽ, ലൈറ്റ് ഗോൾഡൻ കളർ വരുന്ന രീതിയിൽ വരുമ്പോൾ ഇവനത് ഫ്രൈ ചെയ്തിട്ട് കോരി അങ്ങ് എടുക്കുക. അടുത്ത കലാപരിപാടിയാണ് തീ പിടിപ്പിക്കുക. ശേഷം ചൈനീസ് വോക്ക് എടുത്ത് വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ നോൺ സ്റ്റിക്ക് പാൻ ആയാലും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ചൂടാക്കുന്നു, ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. ഓയിൽ ഒഴിച്ച ശേഷം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ ഇതുപോലെ സ്റ്റൈലായിട്ട് വെളുത്തുള്ളി എടുത്തിട്ട് കൊടുക്കുക. വെളുത്തുള്ളി എന്നിട്ട് ഇങ്ങനെ ലൈറ്റ് കളറാകുന്നവരെ റോസ്റ്റ് ചെയ്യാം. അവനൊന്ന് കളറായ രൂപത്തിലും ഭാവത്തിലേക്ക് വരുമ്പോഴേക്ക് അതിലേക്ക് ചെറുതായി എരിഞ്ഞ സെല്ലറി എടുത്തൊരു മറിച്ച് അവനെയും ഇതുപോലെ റോസ്റ്റ് ചെയ്യാം. കണ്ടോ, ശേഷം ഇഞ്ചി കുനുകുനാന്നടിച്ച് ഇഞ്ചി എടുത്തൊരു മറിക്കുക. എന്നിട്ട് അവനെ ഇതിലിട്ട് ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കുക. അവനൊന്ന് രൂപത്തിൽ ഭാഗത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് നമുക്ക് ചെറുതായി എരിഞ്ഞ സവോള എടുത്തൊരു മറി, അതും ഒരു ലാഡിലെടുത്തൊരു മറിച്ച ശേഷം അവനെ ഇതുപോലെ ഇട്ടങ്ങ് വരട്ടുക. ഓയിൽ കുറവുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചാൽ മതി, അധികം ഓയിലൊന്നും ഒഴിക്കണ്ട. എന്നിട്ട് അത് മൊത്തത്തിലൊരു ഗോൾഡൻ കളറാകുന്ന വരെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ ഈ രൂപത്തിലും ഭാഗത്തിൽ വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ചില്ലി പേസ്റ്റ് എടുത്തിടുക. ചില്ലി പേസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് കുക്കാക്കുക. കാരണം ആ പച്ചപ്പൊക്കെ ഒന്നും ഉണ്ടെങ്കിൽ ഒന്ന് മാറി ഒരു ലെവലായി കിട്ടാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് ശേഷം ടൊമാറ്റോ കച്ചപ്പ് അത് എടുത്തിട്ട് മറിക്കുക. എന്നിട്ട് അവനെയും ഇതിലിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യണം. കാരണം ആ പച്ചപ്പ് മാറാൻ വേണ്ടിയാണ്. ശേഷം അടുത്ത സോസാണ് ചില്ലി സോസും ഇതിലിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് കുക്ക് ചെയ്യാം. ആണോ, ഇതെല്ലാം ഒന്ന് കുക്കായി വരുമ്പോഴേക്ക് അതിലേക്ക് റെഡ് ചില്ലി സോസ് എടുത്തൊരു മറിക്കുക. റെഡ് ചില്ലി സോസ് ആവശ്യത്തിന് മതി കേട്ടോ, കുറച്ച് മതി. എന്നിട്ട് അതിലേക്ക് നല്ല സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്കോ അല്ലെങ്കിൽ ചൂടുവെള്ളം എടുത്തൊരു മറിച്ച ശേഷം ഇതൊരു ഗ്രേവി രൂപത്തിലാക്കിയെടുക്കുക. ശേഷം ലൈറ്റ് സോയ അല്ല ഡാർക്ക് സോയ ഏതായാലും നിങ്ങൾ ആവശ്യത്തിന് നോക്കി ഇടുക. ഉപ്പ് നോക്കണം. സോയ സോസ് ചേർക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം അടുത്ത ഉപ്പ് വാരി വിതറാൻ. ശേഷം വൈറ്റ് പെപ്പർ, എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട ശേഷം ഇവനെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്ത് കലക്കി കൂട്ടുക സാധനം. അപ്പോൾ ഇവൻ്റെ സോസ് റെഡിയാണ്. ശേഷം ഇതുപോലെ ക്യൂബ്സായിട്ട് വെച്ചിരിക്കുന്നത് ക്യാപ്സിക്കം എടുത്തൊരു മറിച്ച് ഇതിലിട്ട് റൈറ്റായിട്ട് ഇങ്ങ് റോസ്റ്റ് ചെയ്യാം. അവനൊന്ന് വാടി വരുമ്പോഴേക്ക് ക്യാപ്സിക്കം വാടി വരുമ്പോഴേക്ക് നമ്മൾ ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന സവോള എടുത്തൊരു മറിക്കുക. അതിലേക്ക് പച്ചമുളക് കീറിയോ അല്ലെങ്കിൽ ചെറുതായി ചോപ്പ് ചെയ്തോ ഏതായാലും എടുത്തൊരു മറിക്കുക. ശേഷം ഇത് മൊത്തത്തിലൊന്ന് വരട്ടിയെടുക്കുക. കേട്ടോ, ഇതുപോലെ ഇവനൊന്ന് വാട്ടി ഈ രൂപത്തിൽ ഭാഗത്തിലാക്കി എടുക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് എടുത്തൊരു മറിക്കുക. എന്നിട്ട് നല്ല സ്റ്റൈലായിട്ട് അങ്ങ് ടോസ് ചെയ്യുക. ഇതുപോലെ സ്ലോ മോഷനിലങ്ങ് മറിക്കുക. ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ലോ മോഷൻ മറിക്കുമ്പോഴേക്ക്
ചില അപ്പുറമൊക്കെ ചെന്ന് വരും, തലയ്ക്ക് മുകളിലും വരെ വന്നെന്ന് വരും. എന്നാലും ചുമ്മാ അങ്ങ് താർക്ക എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ഇവന് ഗാർണിഷായിട്ട് കുറച്ച് സ്പ്രിങ് കൂടിയും കുറച്ച് സെല്ലറിയും കൂടി എടുത്ത് ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് സ്റ്റൈലായിട്ട് അങ്ങ് മറക്കേണ്ട ചങ്ങാതി. അപ്പോൾ എന്നാ സ്മെല്ലാ വരുന്നതെന്ന് അറിയോ, ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. എന്നിട്ട് ഇതുപോലൊരു പീസ് എടുത്ത് ചങ്ങാതിമാരുടെ അനുവാദത്തോടു കൂടി ഞാനൊരു പീസ് അങ്ങ് എടുത്തൊരു പിടുത്തം പിടിക്കാൻ പോകും. ഒന്നും നോക്കണ്ട, സമ കിളി പോകും കേട്ടോ. ഇതൊക്കെ വീട്ടിലങ്ങ് ഉണ്ടാക്കി ഇങ്ങ് തകർക്കേണ്ട ചങ്ങാതിമാരെ. ചില്ലി ഫിഷ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് വേറെ ലെവലില്ല. തകർത്ത് പൊളിച്ചെടുക്ക് ചങ്ങാതിമാരെ.